പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല പ്രഭാതത്തെ ഓർത്ത് നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഒരു ദിവസം കൂടി ആയുസ്സ് നൽകിയിരിക്കുന്നു, ആരോഗ്യം നൽകിയിരിക്കുന്നു. ദേവാലയത്തിൽ പോയി ബലിയർപ്പണം കഴിഞ്ഞു വരികയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭൂമിയിൽ ഒരുപാട് എന്തെല്ലാം നേടിയാലും ആത്മനാശം സംഭവിച്ചാൽ എന്ത് പ്രയോജനമെന്ന് ദൈവവചനം നമ്മോട് ചോദിക്കുന്നു. അപ്പോൾ നമ്മളുടെ ജീവിതം എപ്പോഴും, പ്രത്യേകിച്ചൊരു ക്രിസ്ത്യാനിയുടെ ജീവിതം, ദൈവത്തെ പ്രാപിക്കുവാൻ ആയുസ്സിൻ്റെ പൂർണ്ണതയിൽ ദൈവസന്നിധിയിലെത്താൻ കഴിയുമ്പോൾ മാത്രമാണ് വിശ്വാസ ജീവിതത്തിന് എപ്പോഴും നന്മയുണ്ടാകുന്നത്. അതല്ലെങ്കിൽ അതിന് വലിയ നന്മയൊന്നുമില്ല. ഒരു സാധാരണ മനുഷ്യനായി ജീവിച്ച് അങ്ങ് തീർന്നു പോകുന്ന ഒരു പ്രത്യാശയില്ലാത്ത ജീവിതം പോലെയായിപ്പോകും. അങ്ങനെയാണോ നമ്മുടെ ജീവിതം? അങ്ങനെ ആയിട്ട് ഗുണം വല്ലതും ഉണ്ടോ? ഒരു ഗുണവുമില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടതിനകത്ത്, ഞാനും പഴയ ഒരു സൺഡേ സ്കൂൾ അധ്യാപകനാണ്. സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്ന 12ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ അതിനകത്തെ 2-3 ചാപ്റ്റർ മറ്റു മതങ്ങളെപ്പറ്റി കോമണായിട്ട് പഠിക്കുക എന്നല്ലാതെ അവരുടെ വിശ്വാസ സത്യങ്ങളെല്ലാം ആഴമായി പഠിച്ചിട്ട് ആ മതം പറയുന്ന 5 കാര്യങ്ങൾ നമ്മൾ പാലിച്ചാലേ ഒരു നിത്യരക്ഷയുള്ളൂ എന്ന് പറയുന്ന ഈ പൊട്ടത്തരം പഠിപ്പിക്കാനായിട്ട് അങ്ങനെ ഈ പുസ്തകം ഉണ്ടാക്കി ഇറക്കുന്ന ഇവർക്കാർക്കും ബോധമൊന്നുമില്ലേ? യേശുക്രിസ്തു ഏകരക്ഷകനെന്ന വിശ്വാസമാണ് കത്തോലിക്ക സഭയിലുള്ളത്. ആ വിശ്വാസമാണ് പറയുന്നത്, പഠിപ്പിക്കുന്നത്. അല്ലാതെ ഭൗതികമായി എന്തെങ്കിലും കിട്ടുന്ന കാര്യത്തിനല്ല നിത്യരക്ഷ. കാരണം എല്ലാ മതങ്ങളും ആത്മാവിന് വില കൊടുക്കുന്നുണ്ട്. അതിലേറ്റവും മനോഹരമായി വില കൊടുക്കുന്നതും നിത്യരക്ഷയ്ക്ക് വഴിയൊരുക്കുന്നതും കത്തോലിക്ക സഭയാണ്. ആ പ്രബോധനങ്ങളിൽ വെള്ളം ചേർത്ത് കൈക്കൂലി വാങ്ങിച്ചോ കാശ് വാങ്ങിച്ചോ എല്ലാം എന്തെങ്കിലും ആരെയെങ്കിലും തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഇത്തരത്തിൽ കൊണ്ടുപോകുന്ന എന്തോരു വലിയ മഹാപാപമാണ്. അത് കണ്ടെത്തുകയും അതിനെതിരെ സംസാരിക്കുകയും അതിനെതിരെ വീഡിയോ ഇറക്കുകയും ഒക്കെ ചെയ്ത് ഏതായാലും ആ കാര്യങ്ങൾ മാറി. എന്നാലും പഴയ ആ പ്രിൻ്റ് ചെയ്ത പുസ്തകങ്ങൾ ഇപ്പോൾ വിറ്റ് കാശ് വാങ്ങിക്കുന്നു. എന്തോ ഒരു കഷ്ടമാണെന്ന് ചിന്തിക്കണേ. അല്ല, വേറൊരു കാര്യമുണ്ട്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇപ്പം നടക്കുന്നത് എന്താ? നമ്മുടെ ജോസച്ചനാണ് അതിൻ്റെ എന്തോ ഒരു ബോർഡിലെ ആളെന്നോ കമ്മിറ്റിയിലെ ആളെന്നോ ഇപ്പോൾ എല്ലാവരും എഴുതി ഒപ്പിട്ടിട്ടുണ്ട്. ഞാനിവിടെ അറിഞ്ഞ ഈ പൊട്ടത്തരങ്ങളെല്ലാം കൂടെ, ഈ തിന്മയെല്ലാം കൂടെ ഈ പിള്ളേരെ പഠിപ്പിച്ചിട്ട് നമുക്കുണ്ടാകുന്ന, മക്കൾക്കുണ്ടാകുന്ന നാശം, ആത്മാവിനുണ്ടാകുന്ന നാശം, ഇതൊന്നും ഇവരാരും അറിയുന്നില്ല, ചിന്തിക്കുന്നില്ലേ? അതിനപ്പുറമായിട്ട് ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വേരിയൻ്റ് കൊടുക്കില്ല എന്ന് റോം പറഞ്ഞിരിക്കുക. വേരിയൻ്റ് കിട്ടും, ഞങ്ങൾ വാങ്ങിക്കും, ഞങ്ങൾ എന്താണ് ഈ പറയുന്നതെന്ന ഒരു ബോധവുമില്ല. എടാ, ഇപ്പോഴത്തെ തലമുറ ചത്തൊടുങ്ങിപ്പോയാലും വരുന്ന തലമുറയ്ക്ക് നിത്യരക്ഷയ്ക്ക് വഴിയൊരുക്കി വെക്കുമ്പോൾ ഇപ്പോൾ കുഴി കുഴിച്ചു വച്ചിരിക്കുക, വരുന്ന തലമുറ കൂടെ കുഴിയിൽ വീണ് ചാകാൻ. അതല്ലേ സത്യത്തിൽ ഈ വേരിയൻ്റ് വേണം, ഞങ്ങൾക്ക് വേരിയൻ്റ് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് വേരിയൻ്റ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു പോയിരിക്കുന്നത് സഭ കർത്താവിൻ്റേതാണ്. ഇതുകൊണ്ടാണ് ഏതൊരു സാഹചര്യം എതിരായി വന്നിട്ട് ഞാൻ സത്യസന്ധമായിട്ട് എൻ്റെ ആത്മാവിൽ എനിക്ക് വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്ന സത്യമനുസരിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ലാതെ ആരെയെങ്കിലും സുഖിപ്പിക്കാൻ വേണ്ടി കുഞ്ഞുമോൻ ബ്രദർ ഒന്നും പറയുന്നില്ല. കാരണം സത്യസന്ധമായി പറയുകയാണ്, ഒരു കാരണവശാലും വേരിയൻ്റ് കിട്ടില്ല. ഒരു വേറിട്ടൊരു സഭയായിട്ട് ഈ സഭയിൽ ഇനിയൊരു മാറ്റം വരത്തില്ല. അതിന് ആരെല്ലാം കടന്നു കുണുങ്ങിയാലും, ഇനി ഈ പിൻവലിച്ച 500 രൂപ നോട്ട് ഇപ്പോഴും വിനിമയം ചെയ്യുന്ന കണക്ക് ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നാലും ഇതങ്ങ് കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങ് ഗവൺമെൻറ് ആരാ ഇത് പറഞ്ഞ് 500 രൂപ നോട്ട് പ്രിൻ്റ് ചെയ്ത് അതിനകത്ത് മഹാത്മാഗാന്ധിജിയുടെ തലയില്ല. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇതേ കുറച്ച് 500 ഈ മഹാത്മാഗാന്ധിജിയുടെ പടം ഒന്ന് പ്രിൻ്റ് ചെയ്ത് തരണമെന്ന് പറഞ്ഞ് കൊണ്ടിയിൽ നടക്കല്ലേ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. എൻ്റെ പൊന്നെ, ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഈ സുപ്രീം കോടതി ജഡ്ജി പോലുള്ള വിവേകമില്ലാത്ത മനുഷ്യൻ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള മനുഷ്യനായിരുന്നു. ഇപ്പം എനിക്കും ആ മനുഷ്യനോട് യാതൊരു തരത്തിലുള്ള ബഹുമാനവും ഇല്ലാതായി. എന്താ കാരണം? എന്താ? ആത്മനാശം കണ്ടാൽ, ആത്മനാശത്തിൻ്റെ അടയാളം കണ്ടാലും തിരിച്ചറിവില്ലെങ്കിൽ പിന്നെ ഏത് സ്ഥാനത്തിരുന്നിട്ട് എന്താ കാര്യം? എന്നാ അറിവും ബോധം ഉണ്ടായിട്ട് എന്നാ കാര്യം? തൻ്റെ കൂടെ പഠിച്ച വൈദികരായി നിൽക്കുന്നവരെ ചേർത്ത് പിടിക്കാൻ വേണ്ടി ദൈവ നിയമങ്ങളും ദൈവനീതിയും നിഷേധിക്കുന്ന മനുഷ്യൻ. ഇതിലൊക്കെ മനോഹരമായിട്ട് ഈ അടുത്ത സമയത്തൊരു കാര്യം ഞാൻ കേട്ടു. കത്തോലിക്ക സഭ നടത്തുന്ന ഒരാശുപത്രിയിൽ ഒരു പാവപ്പെട്ട ഭർത്താവ് മരിച്ചുപോയ 2 മക്കളുമായി ജീവിക്കുന്ന ഒരു സ്ത്രീ, അവർക്ക് ട്രീറ്റ്മെൻറ്റിനായിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞു. കുറച്ച് കാശ് കൊടുത്തു, ബാക്കി കാശ് കൊടുക്കാനില്ലാതെ വിഷമിക്കുന്ന ആ കുടുംബത്തിൻ്റെ മകൻ ഡിഗ്രിക്കാരനായിരുന്നു. യാമ്യമായിട്ട്
ആ മകൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് വെച്ചിട്ടാണ് അമ്മയെ ആശുപത്രിയിൽ നിന്ന് ഇറക്കി വിട്ടത്. ഇത് ഞാനിങ്ങനെ പറയുന്ന ആരെങ്കിലും ഇത് പിതാക്കന്മാരുടെ ചെവിയിൽ എത്തിക്കണം. ആശുപത്രിയുടെ പേര് പറയുന്നില്ല, മനഃപൂർവ്വം പറയാത്തതാണ്, അറിയാൻ മേലഞ്ഞിട്ടല്ല, പറയത്തില്ല. അത് അധികാരികൾ ചോദിച്ചാൽ മാത്രം പറഞ്ഞു കൊടുക്കും എവിടെയായി കുഴപ്പം പറ്റിയെന്ന്. ഇത്രയും വലിയ കൊള്ളരുതാഴിക വാടകപ്പരെ താമസിക്കുന്നൊരു വീട്ടുകാർ, കത്തോലിക്ക സഭ ഇത്രയും ഈ സ്ഥാപനങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് ആർക്ക് കൊണ്ടുപോകാനാ? ഈ അച്ഛന്മാർക്കും ഈ പിതാക്കന്മാർക്കും കൂടെ തിന്നു തീർക്കാനാണോ? അത് കുറേ കൊള്ളക്കാർ അതിനകത്ത് ഒരുപാട് കൊള്ള നടക്കുന്നുണ്ടെന്നുള്ളത് സത്യമായിട്ടും എല്ലാവർക്കും അറിയാം. ആരും പിന്നെ പുറത്ത് പറയാത്തത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ കൃത്യമായിട്ട് ഇതെന്തോ ഒരു കൊള്ളയാണെന്ന് വിചാരിച്ചുകൊണ്ട് പാവപ്പെട്ട ഒരു സ്ത്രീ നിവൃത്തികേട് കൊണ്ടാണല്ലോ ആശുപത്രി ചെന്ന് കയറിയത്. അവിടെ കൊടുക്കാൻ കാശില്ലാഞ്ഞിട്ട് മകൻ്റെ സർട്ടിഫിക്കറ്റ് യാമ്യം വാങ്ങിച്ചു വച്ചിരിക്കുന്ന സംഭവം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക കുറേ ദിവസമായി. ആരെങ്കിലും ഇത് പബ്ലിക്കായിട്ട് പറഞ്ഞു വിടാത്ത എന്തുകൊണ്ടാണെന്നറിയാം. ഇപ്പം ഞാൻ ഇടുന്ന വീഡിയോ പബ്ലിക്കിലാണ് വരുന്നെങ്കിൽ പോലും ഞാൻ പബ്ലിക്കായിട്ട് ഇതിനെപ്പറ്റി പറയാത്തത് മനഃപൂർവ്വം പറയാത്തതാണ്. അതുകൊണ്ട് എത്രയും വേഗം പിതാക്കന്മാരോ അധികാരികളോ അത് അറിഞ്ഞിട്ട് എത്രയും വേഗം അത് കറക്റ്റ് ചെയ്യണം. ഞാൻ അങ്ങളെ അന്വേഷിച്ചുകൊണ്ടായിരിക്കുന്നത്, കൂടുതലൊന്നും പറയുന്നില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ജീവിക്കുവാൻ, പരിശുദ്ധാത്മാവ് ദൈവസഭയെ നയിക്കുവാൻ, അങ്ങനെ അത്ഭുതം പോലെ കത്തോലിക്ക സഭയിലൂടെ നിരവധിയായ നന്മകൾ ഈ ലോകത്തിന് കൊടുക്കുവാൻ സാധിക്കട്ടെ. പിതാക്കന്മാർക്കെല്ലാം നന്ദി പറയുന്നു. പിതാക്കന്മാരെ, നിങ്ങൾ കുറച്ചുകൂടെ വിവേകമുള്ളവരായിരിക്കുക, ദൈവത്തോട് ചേർന്ന് നിൽക്കുക. സഹനങ്ങളും സങ്കടങ്ങളും ഒറ്റപ്പെടലുകളും സ്വീകരിക്കാൻ നിങ്ങൾക്ക് തൻ്റെ ഇടമുണ്ടെങ്കിൽ പൗലോസിനെ പോലെ ഈ ലോകത്തെ ഏത് അധികാരത്തിനായി എന്നെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നിങ്ങൾ ചോദിച്ചിരുന്നെങ്കിൽ കഴിഞ്ഞ സിനഡിൽ ഇത് അവസാനിച്ചേനെ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണേ. ഇത് പിതാക്കന്മാരുടെ കരങ്ങളിൽ എത്താനുള്ള വഴി തുറന്നു കൊടുക്കണമേ. ആമേൻ.